ഇനി ആണവശക്തികളായ റഷ്യയും ഉത്തര കൊറിയയും അടുക്കുന്നു എന്ന വാർത്ത വരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കിം ജോങ് ഉന്നുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി നാളെ ഉത്തര കൊറിയയിൽ എത്തുകയാണ്. ഈ ഉന്നിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. 24 കൊല്ലങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണിത്. ആശങ്കയുടെ മുൾമുനയിലാണ് ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ. റഷ്യ ഉത്തര കൊറിയ ബന്ധം ശക്തമാകുന്നത് അസ്വാസ്ഥ്യം ഉളവാക്കുന്നുവെന്ന് വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ഉത്തര കൊറിയയും റഷ്യയും അടുക്കുന്നെങ്കിലേ അത് അപകടം തന്നെയാണ്. ഗുഡ് മോർണിംഗ് എസ്കെയിൻ. തീർച്ചയായിട്ടും അത് വലിയ അപകടം ഉണ്ടാക്കും. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ ആശങ്ക സമ്മാനിച്ചുകൊണ്ടാണ് നാളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഉത്തര കൊറിയ ഭരണാധിപൻ കിം ജോങ്ങിനെ കാണാനെത്തുന്നത്. 24 വർഷങ്ങൾക്ക് ശേഷം ഉത്തര കൊറിയയിൽ എത്തുന്ന പുടിൻ അവരുമായി ചില കരാറുകളിൽ ഒപ്പിടുവാൻ സാധ്യതയുണ്ട്. ഏറെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന കരാറുകൾ ആയിരിക്കും ഇതെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു വിലയിരുത്തൽ. പുടിന്റെ വിശ്വസ്തനും വിദേശകാര്യ ഉപദേഷ്ടുമായ യൂരി ഉഷാക്കാവു ആണ് ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ അല്പസമയം മുമ്പ് നൽകിയിരിക്കുന്നത്. ഒപ്പിട്ടേക്കാവുന്ന കരാറുകളിൽ ഒരു രാജ്യത്തിനെയും ലക്ഷ്യം വെച്ചല്ല, മാറി മാറി വരുന്ന അന്താരാഷ്ട്ര ബന്ധങ്ങളും അതുപോലെ സമ്പദ്ഘടനയും രാജ്യ സുരക്ഷയും ഒക്കെ കണക്കിലെടുത്തുള്ള കരാറുകൾ മാത്രമായിരിക്കുമെന്നാണ് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ റഷ്യയുടെ കിഴക്കൻ അതിർത്തിയിൽ ഈ രണ്ട് നേതാക്കൾ തമ്മിൽ കണ്ടപ്പോൾ കിം ജോങ് നൽകിയ ഒരു ക്ഷണം സ്വീകരിച്ചാണ് പുടിൻ ഇപ്പോൾ ഉത്തര കൊറിയയിൽ എത്താനായിട്ട് പ്ലാൻ ഇടുന്നത്. അമേരിക്കയുടെ പ്രതികരണവും ഇതിനോട് അനുബന്ധിച്ചുള്ളത് എത്തിയിട്ടുണ്ട്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നത് ഏറെ അസ്വസ്ഥത ഉളവാക്കുന്നുവെന്നാണ് വൈറ്റ് ഹൗസ് ഇതിനോട് പ്രതികരിച്ച് പറഞ്ഞിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിനുള്ള ആയുധങ്ങൾ സംഘടിപ്പിക്കാനുള്ള പുടിന്റെ ഒരു പരിപാടിയാണ്, ഈ യാത്രയാണ് ഇതെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ഈ യാത്രയോട് പ്രതികരിച്ചിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിനായി ഇതിനോടകം തന്നെ കിം ജോങ് റഷ്യക്ക് ആയുധങ്ങൾ വാരിക്കോരി കൊടുത്തതായി മില്ലർ പറഞ്ഞു. 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി 11,000-ൽ പരം കണ്ടെയ്നറുകൾ ഇതിനോടകം റഷ്യയിൽ എത്തിയിട്ടുണ്ടെന്നും മില്ലർ പറയുന്നു. SKN. താങ്ക് യു മധു കൊട്ടാരക്കര. വളരെ അപകടം പിടിച്ചൊരു വാർത്തയാണ് നോർത്ത് കൊറിയയും റഷ്യയും തമ്മിൽ അടുക്കുന്നു എന്നത്. ഒരുപക്ഷെ ഈ നമ്മുടെ ലോക സമാധാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു രാജ്യമാണ് ഈ നോർത്ത് കൊറിയ എന്ന് പറയുന്നത്. അവർ റഷ്യയുമായിട്ട് ചേർന്നാൽ എന്തും വേണമെങ്കിലും സംഭവിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.